കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഇന്ന് കോട്ടയത്ത് UDF ഘടകകക്ഷിയുമായി കൂടിക്കാഴ്ച നടത്തും. ഓരോ ഘടകകക്ഷി നേതാക്കളെയും പ്രത്യേകമായിട്ടാണ് കാണുക. നാട്ടകം ഗസ്റ്റ് ഹൗസിൽ ഉച്ചയ്ക്ക് 1 മണിക്കാണ് കൂടിക്കാഴ്ച. അല്പസമയത്തിനുള്ളിൽ ശിവഗിരിയിൽ നിന്നും പുറപ്പെടുന്ന സോണിയ അവിടേക്ക് എത്തും, കോട്ടയത്തേക്ക് എത്തും. വിവരങ്ങളുമായി ഇപ്പോൾ പ്രശാന്ത് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. പ്രശാന്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയവും ഒക്കെ മുൻനിർത്തി ഘടകകക്ഷികളുടെ പരാതികൾ, സർക്കാരുമായി ബന്ധപ്പെട്ട അതൃപ്തികളൊക്കെയും സോണിയയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ലീഗും കേരള കോൺഗ്രസും ഒക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്കാണോ സോണിയയെ കാണുന്നത്? എന്തൊക്കെ വിശദാംശങ്ങൾ? അജിംഷാദ്, കോട്ടയത്തെ നാട്ടകം ഗസ്റ്റ് ഹൗസിലാണ് കൂടിക്കാഴ്ച. 1 മണിക്കാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് കത്ത് അയച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സോണിയയുടെ കേരള സന്ദർശനം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത. ഒപ്പം അവർ ഘടകകക്ഷികളെ കാണുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളെക്കുറിച്ചെല്ലാം തന്നെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കൂടിക്കാഴ്ച എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാലും ഇപ്പോൾ ഈ അയച്ചിരിക്കുന്ന കത്ത് വിവാദമായിരിക്കുന്നു. അതിനുശേഷം കത്തിലെ സാരാംശം രമേശ് ചെന്നിത്തല നിഷേധിച്ചുവെങ്കിലും ഐ ഗ്രൂപ്പ് അടക്കമുള്ള നേതാക്കൾ, ഐ ഗ്രൂപ്പിൻ്റെ നേതാക്കളായിട്ടുള്ള കെ മുരളീധരൻ അടക്കമുള്ളവർ ഈ സാരാംശത്തെ എല്ലാം തന്നെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രസ്താവനകളും മറ്റും പുറപ്പെടുവിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് വഴക്ക് UDF വലിയൊരു നഷ്ടമുണ്ടാക്കുമെന്നുള്ള തിരിച്ചറിവ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഘടകകക്ഷികളെല്ലാം തന്നെ ഇപ്പോൾ സോണിയാഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പങ്കുവെക്കുക. കാരണം കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരാണ് UDF ശാപം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഘടകകക്ഷികളുടെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ നേരിട്ട് അറിയിക്കും. അതിനുവേണ്ടിയിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. KM മാണി, അതുപോലെ PJ ജോസഫ് അടക്കമുള്ള കേരള കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു. ഒപ്പം കുഞ്ഞാലിക്കുട്ടി, KPM മജീദ്, അതുപോലെ ET മുഹമ്മദ് ബഷീർ എന്നിവർ ലീഗിനെ പ്രതിനിധിച്ചെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് ബാർ വിഷയത്തിലുണ്ടായിട്ടുള്ള അവരുടെ പരിഭവങ്ങളെല്ലാം തന്നെ സോണിയാഗാന്ധിക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഒപ്പം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ വിഷയത്തിലെല്ലാം തന്നെ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകണം എന്ന അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും സോണിയാഗാന്ധിയോട് അവർ കാര്യങ്ങൾ സംസാരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP നടത്തിയിട്ടുള്ള മുന്നേറ്റം കോൺഗ്രസിന് സംഭവിച്ചിട്ടുള്ള ചില പിഴവ് ആണെന്ന് കൂടിയുള്ള ഒരു വിലയിരുത്തലാണ് ലീഗിനുള്ളത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ സോണിയാഗാന്ധി ധരിപ്പിക്കും. ഒപ്പം RSP തങ്ങൾ ഇപ്പോൾ പുനരേകീകരണത്തിലൂടെ പാർട്ടിയെല്ലാം ശക്തമായ സ്ഥിതിക്ക് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചേക്കാം. കഴിഞ്ഞ ദിവസം ചേർന്ന അവരുടെ സെക്രട്ടേറിയറ്റിൽ ഒരു തീരുമാനമുണ്ടായിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത് 8നും 11നും ഇടയ്ക്ക് സീറ്റുകൾ അവർക്ക് ലഭ്യമാകണം എന്ന തരത്തിലുള്ള ഒരു ചർച്ചകൾക്ക് തന്നെയായിരിക്കും അവർ തുടക്കമിടുക. എന്തായാലും തങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ നിലപാടുകൾ കൃത്യമായി പാർട്ടി നേതൃത്വത്തെ അറിയിക്കുക. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് അർഹമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ നേടിയെടുക്കുക എന്നുള്ള ഒരു ആവശ്യം കൂടി ഉന്നയിക്കുക. അതേസമയം വീരേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള JDU നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വർഗീസ് അടക്കമുള്ള നേതാക്കളാണ് എത്തിയിട്ടുള്ളത്. ഇവർ തങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തന്നെ പറയാതെ ഒരു സൗഹൃദ സന്ദർശനം മാത്രമാക്കി പോവുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ നിലപാടനുസരിച്ച് തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് പരാതികളോ പരിഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല. മറിച്ച് ഒരു സ്നേഹ സന്ദർശനം അല്ലെങ്കിൽ ഒരു സൗഹൃദ സന്ദർശനം മാത്രം ആക്കി അവരെ ഒരുപക്ഷെ പ്രശാന്ത്, സോളാർ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരിട്ട ഇമേജ് പ്രോബ്ലം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട ഇമേജ് പ്രോബ്ലം, ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ, ഒപ്പം ഏറ്റവും ഒടുവിൽ ചെന്നിത്തലയുടെ കത്ത് പോലും ഒരുപക്ഷെ സോണിയാഗാന്ധിക്ക് ആഭ്യന്തരമായ പ്രശ്നം പരിഹരിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ ഘടകകക്ഷികളുമായി സർക്കാരിൻ്റെ പേരിൽ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. തീർച്ചയായും വളരെ ഒരു വലിയ ടാസ്ക്കാണ് ഇനിയുള്ള ചർച്ചയിൽ ഒരുപക്ഷെ രൂപപ്പെടാൻ പോകുന്നത്. എങ്ങനെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ അവിടെ ഇതിനെ കാണുന്നത്? തീർച്ചയായിട്ടും സോണിയാഗാന്ധിയുടെ ഈ ഒരു സന്ദർശനം UDF വരും ദിവസങ്ങളിൽ വലിയൊരു വഴിത്തിരിവാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു വിലയിരുത്തൽ. കാരണം സോണിയാഗാന്ധി ഇവിടെ എത്തുകയും ഘടകകക്ഷി നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിനുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കണം എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള ആവശ്യം ഘടകകക്ഷി നേതാക്കൾ ഉന്നയിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു രീതിയായിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസ് അവലംബിക്കുക. പ്രത്യേകിച്ച് മുകുൾ വാസ്നിക് അടക്കമുള്ള നേതാക്കൾ ഈ ഘടകകക്ഷികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ സോണിയയ്ക്കൊപ്പം ചേരുന്നുണ്ട്. ഇവർ, അതായത് അതിൽ AI ഗ്രൂപ്പ് നേതാക്കളുടെ വലിയൊരു ആശങ്കയുണ്ട്. ആരൊക്കെ തങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ള ഒരു ആശങ്ക കൂടി അവർക്കുണ്ട്. കാരണം പല വിധത്തിലും ഘടകകക്ഷി നേതാക്കളുമായി ഇവരെല്ലാം തന്നെ ബന്ധപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധിയുടെ അടുത്ത് ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ A ഗ്രൂപ്പ് നേതാക്കളിൽ ആരെയായിരിക്കും പിന്തുണയ്ക്കുക? അത് രമേശ് ചെന്നിത്തലയായിരിക്കുമോ, ഉമ്മൻചാണ്ടി ആയിരിക്കുമോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് പോരാണ് UDF ഇപ്പോഴത്തെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും കാരണമെന്നുള്ള തിരിച്ചറിവ്, അത് കൃത്യമായും സോണിയയെ ധരിപ്പിക്കുക എന്ന് തന്നെയാണ് ഘടകകക്ഷികളുടെ ലക്ഷ്യം. തീർച്ചയായും പ്രശാന്താണ്
നാട്ടകം ഗസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്നും തത്സമയം വിവരങ്ങൾ പങ്കുവച്ചത്. സോണിയാഗാന്ധി അല്പസമയത്തിനുള്ളിൽ UDF ഘടകകക്ഷികളും അടക്കമുള്ള നേതാക്കളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചർച്ച നടത്തും, നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും തുടങ്ങിയ വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ് അവിടെ നിന്നും പ്രശാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.